നമസ്കാരം KCV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചങ്ങനാശ്ശേരി നഗരസഭയുടെ ഗ്യാസ് ക്രമറ്റോറിയം പ്രവർത്തനരഹിതം. മൃതദേഹം സംസ്കരിക്കാൻ ഇടമില്ലാതെ നാട്ടുകാർ. 1 കോടി രൂപയോളം ചെലവഴിച്ച് നിർമ്മിച്ച വാതക ശ്മശാനത്തെ നഗരസഭ അവഗണിക്കുന്നെന്ന് ആരോപണം. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്ക ദുരിതബാധിതരായ കുടുംബങ്ങൾക്ക് 10,000 രൂപ വീതം അടിയന്തര സഹായം അനുവദിക്കണമെന്ന് കേരള കോൺഗ്രസ്. കരകൃഷി നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യം. ചങ്ങനാശ്ശേരി മാടപ്പള്ളി പഞ്ചായത്തിലെ മാമ്മൂട് വെങ്കോട്ട റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തം. കോൺഗ്രസ് മാടപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ചങ്ങനാശ്ശേരി ഫാത്തിമാപുരത്തുള്ള നഗരസഭയുടെ ഗ്യാസ് ക്രമറ്റോറിയം പ്രവർത്തനരഹിതമായതോടെ മൃതദേഹം സംസ്കരിക്കാൻ ഇടമില്ലാതെ നാട്ടുകാർ. ക്രമറ്റോറിയത്തിന്റെ പരിസരത്ത് മൃതദേഹം മറവ് ചെയ്യേണ്ടി വന്ന അവസ്ഥയും അടുത്തിടെ ഉണ്ടായി. ഭരണത്തിൽ വന്ന 3 നഗരസഭാ അധ്യക്ഷന്മാർ മാറി മാറി ഉദ്ഘാടനം ചെയ്ത നഗരസഭ ഗ്യാസ് ക്രമറ്റോറിയത്തിനാണ് ഈ ദുർഗതി. 2021 1 കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ക്രിമറ്റോറിയത്തെ നഗരസഭ ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല. 1 വർഷമായി പ്രവർത്തനരഹിതമാണിത്. ഇടയ്ക്ക് അറ്റകുറ്റപ്പണി നടത്തിയെങ്കിലും വീണ്ടും തകരാറിലായി. മൃതദേഹം ദഹിപ്പിക്കുന്നതിനുള്ള ബർണർ പ്രവർത്തിക്കുന്നില്ല. വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിക്കാൻ ഇടമില്ലാത്തവരും സാധാരണക്കാരുമാണ് ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരി നഗരത്തിൽ മരിച്ച അതിഥി തൊഴിലാളിയുടെ മൃതദേഹം സംസ്കരിക്കാൻ കഴിയാത്തത് കാരണം ഏറെ വിഷമിച്ചു. ഗ്യാസ് ക്രിമറ്റോറിയം പ്രവർത്തിക്കുന്നില്ലെന്ന് തിരിച്ചറിയാതെ മൃതദേഹവുമായി എത്തിയവരും കുടുങ്ങി. ഒടുവിൽ മൃതദേഹം ബന്ധുക്കൾ പരിസരത്ത് തന്നെ മറവ് ചെയ്യുകയായിരുന്നു. അതേസമയം ക്രിമറ്റോറിയത്തിൽ സാങ്കേതിക സൗകര്യങ്ങൾ ഒരുക്കിയ കമ്പനി അധികൃതരെ വിളിച്ചിട്ട് പ്രതികരണമില്ലെന്നാണ് നഗരസഭയുടെ വാദം. കുറഞ്ഞ തുകയ്ക്കുള്ള ടെൻഡർ ക്ഷണിച്ച് ഗുണനിലവാരമില്ലാത്ത സാങ്കേതിക സംവിധാനങ്ങളാണ് ക്രിമറ്റോറിയത്തിൽ സ്ഥാപിച്ചിരിക്കുന്നതെന്ന ആരോപണവും ശക്തമാണ്. കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം മൂലം ദുരിതമനുഭവിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും 10,000 രൂപ വീതം അടിയന്തര സഹായം അനുവദിക്കണമെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി തോമസ് കുട്ടി മാത്യു ചീരമ്പിലിൽ. പാർട്ടി മുട്ടാർ മണ്ഡലം കമ്മിറ്റി നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകർക്ക് 3 മാസമായി നെല്ലുവില ലഭിച്ചിട്ടില്ലെന്നും ഉടൻ നടപടി വേണമെന്നും തോമസ് കുട്ടി മാത്യു ആവശ്യപ്പെട്ടു. വെള്ളപ്പൊക്കത്തിൽ ഏത്തവാഴ, കപ്പ, പച്ചക്കറി തുടങ്ങിയ കരകൃഷിയെല്ലാം നഷ്ടപ്പെട്ടതായി തോമസ് കുട്ടി മാത്യു ചൂണ്ടിക്കാട്ടി. കുട്ടനാട്ടിലെ വിവിധ പഞ്ചായത്തുകളിലായി 4 ലക്ഷത്തോളം ഏത്തവാഴകളാണ് നശിച്ചത്. കൃഷി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ കൃത്യമായി നഷ്ടങ്ങളുടെ കണക്കെടുത്ത് അടിയന്തരമായി കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് തോമസ് കുട്ടി മാത്യു ആവശ്യപ്പെട്ടു. ഈ വെള്ളപ്പൊക്കം മൂലം വീടുകളിൽ വെള്ളം കയറുകയും കരകൃഷി മുഴുവൻ നശിച്ചു പോവുകയും ചെയ്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. കരകൃഷി യഥാർത്ഥ മുട്ടാറ്, തലവടി, എടത്വ, വീയപുരം ഭാഗത്ത് ഏതാണ്ട് ഒരു 3 ലക്ഷത്തോളം വാഴകൾ, ഏത്തവാഴകൾ പാട്ടകൃഷി ചെയ്തവരുടെയും അല്ലാതെ ചെയ്തവരുടെയൊക്കെ വാഴകൾ പൂർണ്ണമായി നശിച്ച ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഒരു ഗവൺമെൻറ് വളരെ അടിയന്തരമായിട്ട് കുട്ടനാട്ടിലെ ഈ നെല്ലിൻ്റെ വില കിട്ടാതെ ആൾക്കാർ വിഷമിച്ച് നിൽക്കുമ്പോൾ ഇപ്പോൾ വെള്ളം കയറിയ വീടുകൾക്ക് 10,000 രൂപ അടിയന്തരമായി സഹായം നൽകുകയും അതോടൊപ്പം കരകൃഷി നഷ്ടപ്പെട്ടവർ ഏതെങ്കിലും ഒരു കൃഷി ഓഫീസറെ വിട്ട് ഏതെങ്കിലും ഒരു കണക്കെടുത്ത് ആർക്കെങ്കിലും കുറച്ച് തുകയല്ല, ഓരോ കൃഷിക്കാരൻ്റെയും പ്രശ്നങ്ങൾ എന്താണെന്ന് എഴുതി വാങ്ങിച്ചുകൊണ്ട് അതിന് ആനുപാതികമായിട്ട് അവർ മുടക്കിയ തുകയുടെ തുക കിട്ടത്തക്ക രീതിയിലുള്ള സംവിധാനം കൃഷി വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യണമെന്നാണ് കേരള കോൺഗ്രസ് ഇപ്പം ആവശ്യപ്പെടുന്നത്. മണ്ഡലം പ്രസിഡന്റ് തോമസ് സി ജോസഫ് ചിറയിൽ പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഡോളീസ് കറിയ, ബിൻസി ഷാബു, ചാച്ചപ്പൻ മാവേലി തുരുത്തേൽ, ജോർജ് തോമസ് മണലിൽ, മാത്യു എം വർഗീസ്, ജോസഫ് മാത്യു സ്രാമ്പിക്കൽ, AD അലക്സാണ്ടർ, കുഞ്ഞുമോൻ മണലിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി മാടപ്പള്ളി പഞ്ചായത്തിലെ മാമ്മൂട് വെങ്കോട്ട റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടും MLAയുടെയും ത്രിതല പഞ്ചായത്ത് ഭരണസമിതികളുടെയും അനാസ്ഥയിൽ പ്രതിഷേധിച്ചും കോൺഗ്രസ് മാടപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. വെള്ളക്കെട്ട് രൂപപ്പെട്ട് റോഡ് തകർന്ന ചേന്നമറ്റം ഭാഗത്ത് വാഴ നട്ടായിരുന്നു ഉപരോധ സമരം. DCC സെക്രട്ടറി ആന്റണി ജേക്കബ് കുന്നുംപുറം സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു.
മാമ്മൂട് വെങ്കോട്ട റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് വർഷങ്ങളായി. ചെറിയ മഴയിൽ പോലും റോഡിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടും. ഇതോടെ കാൽനടയാത്രയും വാഹനയാത്രയും ഒരുപോലെ ദുഷ്കരമാകും. മഴ ഒഴിഞ്ഞാലും കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ ദുരിതങ്ങൾ ഒഴിയാറില്ല. റോഡിന്റെ ശോച്യാവസ്ഥ സംബന്ധിച്ച് നിരവധി പരാതികളും പ്രക്ഷോഭങ്ങളും ഉയർന്നെങ്കിലും അധികാരികൾക്ക് അനക്കമില്ലെന്ന ആരോപണവും ശക്തമാണ്. ഈ സാഹചര്യത്തിലാണ് റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടും MLAയുടെയും ത്രിതല പഞ്ചായത്ത് ഭരണസമിതികളുടെയും അനാസ്ഥയിലും പ്രതിഷേധിച്ച് കോൺഗ്രസ് മാടപ്പള്ളി മണ്ഡലം കമ്മിറ്റി റോഡ് ഉപരോധിച്ചത്. ഉപരോധ സമരത്തിൽ പ്രവർത്തകരുടെ പ്രതിഷേധം ഇരമ്പി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ചേന്നമറ്റത്തു നിന്നും പ്രകടനമായി എത്തി വെള്ളക്കെട്ട് രൂപപ്പെട്ട് റോഡ് തകർന്ന ഭാഗത്ത് വാഴനട്ട് നടത്തിയ ഉപരോധ സമരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നിർവാഹക സമിതി അംഗം ആന്റണി കുന്നുംപുറം ഉദ്ഘാടനം ചെയ്തു. താറുമാറായ റോഡ് ഗതാഗതം സഞ്ചാരയോഗ്യമാക്കുന്നതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണർന്ന് പ്രവർത്തിച്ച് ഇതിനെതിരെ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് നിന്നു. നമുക്കറിയാം, ധനകാര്യ വകുപ്പ് എന്ന് പറയുന്ന ബാലഗോപാലിന്റെ വകുപ്പ് നോക്കുകുത്തിയായി വെറുതെ ഭംഗി വാക്ക് പറയുന്നു. വാക്കുകൾ കൊണ്ട് കുമ്മാള ഒളിപ്പിച്ചിട്ട് കാര്യമില്ല. വാക്കും പ്രവൃത്തിയും ഒന്നായെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾക്ക് മുന്നോട്ട് നീങ്ങുവാൻ ശക്തിയുള്ളൂ. MLAയുടെ വാക്കിലും പ്രവൃത്തിയും ഒന്നല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു കാര്യം നടക്കും എന്ന് പറഞ്ഞാൽ അത് നടപ്പിലാക്കാനുള്ള ആർജവം നമ്മുടെ MLA കാണിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. ഈ വെങ്കോട്ട റോഡിനെ ശാപമായി മാറ്റാതെ ശാപം MLAയുടെ നേതൃത്വത്തിൽ, PWയുടെ നേതൃത്വത്തിൽ അടിയന്തരമായി നടപടി ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബാബു കുരീത്ര അധ്യക്ഷനായിരുന്നു. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സോബിച്ചൻ കണ്ണമ്പള്ളി, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ PM ഷഫീഖ്, PM മോഹനൻ പിള്ള, സണ്ണി ഏത്തക്കാട്, ജസ്റ്റിൻ പാറുകണ്ണിൽ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജയശ്രീ പ്രഹ്ലാദൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സെലീനാമ തോമസ്, സിനി വർഗീസ്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റോസ്ലിൻ ഫിലിപ്പ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. കൈനഗിരി പഞ്ചായത്ത് 12-ാം വാർഡിലെ കന്നിട്ടപ്പറമ്പ് പാലം മുതൽ സ്വാമിച്ചിറ ബോട്ട് ജെട്ടി വരെയുള്ള വഴിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ. കായൽ തീരത്തു കൂടിയുള്ള വഴി ഭൂരിഭാഗവും ഇടിഞ്ഞുപോയതോടെ യാത്ര തീർത്തും ദുഷ്കരമായിരിക്കുന്നു. കായൽ തീരത്തുകൂടിയുള്ള നടപ്പാത കല്ലുകെട്ടി സംരക്ഷിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ പൂർണ്ണമായും നശിച്ച അവസ്ഥയിലാണ്. കല്ലുകെട്ട് ഭൂരിഭാഗവും തകർന്നതോടെ പല ഭാഗത്തും വഴി ഇടിഞ്ഞ് കായലിലേക്ക് പതിച്ചിട്ടുണ്ട്. കല്ലുകെട്ടുള്ള ഭാഗത്താകട്ടെ ഈ വെള്ളപ്പൊക്കത്തെ തുടർന്ന് വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ബോട്ട് സർവീസ് ആരംഭിച്ച കാലം മുതൽ നൂറുകണക്കിന് യാത്രക്കാർ ആശ്രയിച്ചു പോരുന്ന വഴി ഇപ്പോൾ തീർത്തും സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുന്നു. നടക്കാൻ വയ്യാത്ത അവസ്ഥ. മഴ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു വിധത്തിൽ നടന്നു പോകാൻ വയ്യ. വയ്യാഴി വന്നാലും ഒന്നും ഒരു രക്ഷയില്ല. റോഡിലാണെങ്കിൽ പോളാം, ഒരു വിധത്തിലും ഞങ്ങൾക്ക് രക്ഷയില്ല. ഇങ്ങോട്ടുള്ളവരെല്ലാം രോഗികളാണ്. ആ രോഗികൾക്കൊന്നും പോകാനോ യാതൊരു വക പറ്റാത്ത അവസ്ഥയിലാണ്. ഇല്ല, അവരെ വള്ളത്തിലും മേലെ വണ്ടിയിലും പോകാൻ മേലാത്ത അവസ്ഥയിലാണ് ഞങ്ങളുടെ ജീവിതം. പണ്ട് മുതൽ കന്നിട്ടപ്പറമ്പ് പാലം മുതൽ സ്വാമിച്ചിറ വരെ പണ്ട് മുതലേ ഒരു നല്ല വഴിയായിട്ടുള്ളതായിരുന്നു ഇത്. ഇതുപോലത്തെ ഒരു വഴി വേറെ എങ്ങും ഇനി കാണാനില്ല. പേര് കേട്ട വഴിയാണ് സ്വാമിച്ചിറ വരെയെന്ന്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നടന്നു പോകാൻ പോലും വയ്യാത്ത സ്ഥിതിയായി. കായലിലെ ശക്തമായ ഓളവും ഹൗസ് ബോട്ടുകളുടെ ആധിക്യവും മൂലമാണ് കല്ലുകെട്ട് തകർന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. സ്കൂൾ കുട്ടികളടക്കം നിരവധി പേർ ആശ്രയിക്കുന്ന വഴിയിലൂടെ ഭയന്ന് വേണം ഇപ്പോൾ യാത്ര ചെയ്യാൻ. കാലൊന്നു തെറ്റിയാൽ കായലിലേക്കാവും വീഴുക. പുരാതന കാലം മുതലുള്ളൊരു വഴിയാണ്. അതായത് ബോട്ട് കെട്ടി ആശ്രയിച്ച് ജീവിച്ചിരുന്ന ജനങ്ങളാണ്. ഇവിടെ എന്ന് പറയുന്ന പള്ളാത്തുരം മുതലുള്ള ആൾക്കാർ, പിള്ളേരും സ്കൂളിൽ പോകുന്നതും പഞ്ചായത്തിൽ പോകുന്നതും പ്രഥമ സ്ഥലങ്ങളിൽ പോകുന്ന ഒരു ഏക വഴി ഇതായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ഇപ്പം നശിച്ച് കിടക്കുന്ന വഴി ഇത് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതിൻ്റെ തെക്കുവശത്ത് ഒരു 100 മീറ്റർ ചെറിയൊരു വർക്ക് നടന്നിട്ടുണ്ട്. ബാക്കി വടക്കോട്ട് കിടക്കുന്ന വഴി മനുഷ്യന് നടന്നു പോകാൻ പറ്റത്തില്ല. ദിവസവും ആളുകൾ വീണും തല്ലിയാണ് പോണത്. ഒരു 2 വീലർ പോലും പോലുള്ള വഴി ഇവിടെ ഇല്ല. പലരിടത്തും പരാതിപ്പെടുകയും കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നിന്ന് വരും നാളെ വരുമെന്ന് പറയുന്നല്ലാതെ ഒരു വഴി ഇവിടെ ഉണ്ടായിട്ടില്ല. ഇതിനൊരു മാർഗം എത്രയും ഉണ്ടാകണമെന്നാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്ന് ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചിരുന്നു. എന്നാൽ നാളിതുവരെയായിട്ടും മറ്റു നടപടികൾ ഉണ്ടായിട്ടില്ല. കായൽ തീരം പൈലാൻ സ്ലാബ് ഉപയോഗിച്ച് ബലപ്പെടുത്തണമെന്നും ബണ്ട് ഉയർത്തി നിർമ്മിച്ച് യാത്രായോഗ്യമാക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം.
രാമഗിരി പഞ്ചായത്തിലെ 11, 13 വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മുട്ടുകുളം പാലം അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. തകർന്നു വീണ പാലം പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധിച്ച് BJP രാമഗിരി പഞ്ചായത്ത് കമ്മിറ്റി പാലത്തിന്റെ കൽപ്പടവുകളിൽ റീത്ത് വെച്ച് സമരം നടത്തി. പ്രതിഷേധം 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 ബിജെപിയുടെ പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം രാമഗിരി പഞ്ചായത്ത് നീതി പാലിക്കുക രാമഗിരി പഞ്ചായത്ത് നീതി പാലിക്കുക രാമഗിരി പഞ്ചായത്ത് നീതി പാലിക്കുക രാമഗിരി പഞ്ചായത്ത് നീതി പാലിക്കുക കുട്ടക്കുളം പാലം പണി ഉടൻ പൂർത്തീകരിക്കുക കുട്ടക്കുളം പാലം ഉടൻ പൂർത്തീകരിക്കുക. BJP കുട്ടനാട് മണ്ഡലം പ്രസിഡന്റ് CL ലജുമോൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. 1 വർഷം കഴിഞ്ഞിട്ടും പാലത്തിന്റെ പുനരുദ്ധാരണത്തിന് യാതൊരു പദ്ധതിയും നടപ്പിലാക്കാതെ ഗ്രാമപഞ്ചായത്ത് ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന് ലജുമോൻ ആരോപിച്ചു. ഈ പാലം തകർന്നു വീണിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞു. ഈ 1 വർഷമായിട്ടും ഈ പ്രദേശവാസികൾ നിരന്തരമായി പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ട് ഇതിന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് 1 വർഷം തികയുന്ന സമയത്ത് ഈ പാലത്തിൽ റീത്ത് സമർപ്പിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ പരിപാടി BJPയുടെ നേതൃത്വത്തിൽ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ പ്രദേശവാസികളുടെ അഭിപ്രായമനുസരിച്ച് ഈ പാലം ഏറ്റവും അടിയന്തരമായി പണി പൂർത്തീകരിച്ച് നാട്ടുകാർക്ക് വേണ്ടി തുറന്നു കൊടുക്കണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. കാരണം വേഴപ്ര സ്കൂളിലെ UP സ്കൂളിലേക്കടക്കം കുട്ടികൾ പോകുന്ന പ്രധാനപ്പെട്ട ഒരു വഴിയാണ്, പ്രധാനപ്പെട്ട ഒരു പാലമാണ് ഇത്. ഈ പാലം പൊളിഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾ ഏതാണ്ട് 1.5 കിലോമീറ്റർ അധികം ചുറ്റിയാണ് ഇന്ന് സ്കൂളുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ടായിട്ടും ഈ കാര്യങ്ങൾ നിരന്തരം ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതിന്മേൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. പ്രതിഷേധ യോഗത്തിൽ BJP രാമഗിരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഗിരീഷ് കുമാർ അധ്യക്ഷനായിരുന്നു. മിനി അജയകുമാർ, ബാലകൃഷ്ണൻ, മധു, അശോകൻ, തങ്കമണി, ശാന്തമ്മ, അജികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 1 വർഷത്തിലധികമായി പാലം തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട്. ഇതുമൂലം വേഴപ്ര UP സ്കൂളിലെ കുട്ടികളടക്കം നിരവധി ആളുകൾ 1.5 കിലോമീറ്ററോളം ചുറ്റിയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. എത്രയും വേഗം പാലം പുനർനിർമ്മിക്കണമെന്നാണ് പ്രദേശവാസികളും ആവശ്യപ്പെടുന്നത്. ചമ്പക്കുളം മൂലം ജലോത്സവ സമിതി പബ്ലിസിറ്റി കമ്മിറ്റിയുടെ യോഗം ചെയർമാൻ KG അരുൺകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. ജൂലൈ 9 നടക്കുന്ന രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടിയുള്ള വള്ളംകളിയുമായി ബന്ധപ്പെട്ട് 5-ാം തീയതി മുതൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനമായി. അതിന്റെ എല്ലാവരുടെ പശ്ചാത്തലത്തിലാണ് 25 ലക്ഷം രൂപ മൂലം ജലോത്സവ സമിതിയുടെ മുഴുവൻ ചെലവാകുന്ന രൂപത്തിലേക്ക് ഒരു പൊതു നിർദ്ദേശം അത് വെച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് 1 രൂപ പോലും കിട്ടിയിട്ടില്ല. നമ്മളിവിടെ അഡീഷണലായി ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച സാധനമേ ഉള്ളൂ. അത് കൈകൊട്ടിക്കളിയും പിന്നെ ഫ്ലോട്ടുമാണ്. ബാക്കി ട്രോഫിയായിട്ടുള്ള ഘോഷയാത്രയും വഞ്ചിപ്പാട്ട് മത്സരങ്ങളും ഒക്കെ കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ 2 കാര്യത്തിലാണ് അഡീഷണൽ ആയിട്ട് പൈസ വേണ്ടി വരുന്നത്. അപ്പൊ അത് എത്ര രൂപയാകും നമുക്ക് ഇപ്പൊ തന്നെ ഇവിടെ ആലോചിക്കും. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ ചേർന്ന യോഗത്തിൽ പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ അജിത് പിഷാരത്ത്, റയസ് കമ്മിറ്റി ചെയർമാൻ MS ശ്രീകാന്ത്, കൺവീനർ AV മുരളി, ജോപ്പൻ ജോയ് വാരിക്കാട്, ജോസഫ് ചാക്കോ, ജയപ്രകാശ്, MV വിശ്വംഭരൻ, ബിൽസൺ ചമ്പക്കുളം, ബിജു സെബാസ്റ്റ്യൻ, സുനിൽദാസ് എന്നിവർ സംസാരിച്ചു. ജൂലൈ 5-ന് കുറിച്ചി കരിങ്കുളം ക്ഷേത്രത്തിൽ നിന്ന് രാജപ്രമുഖൻ ട്രോഫിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആരംഭിക്കും. 6-ാം തീയതി തകഴിയിൽ വെച്ച് നടക്കുന്ന കൈകൊട്ടിക്കളി മത്സരം പ്രതിഭ MLAയും 7-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനവും ഘോഷയാത്രയും മന്ത്രി സജി ചെറിയാനും ഉദ്ഘാടനം ചെയ്യും. തോമസ് K. തോമസ് MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. 8-ന് ചമ്പക്കുളത്താണ് വഞ്ചിപ്പാട്ട് മത്സരം നടക്കുക. മുൻ MLA CK സദാശിവൻ മത്സരം ഉദ്ഘാടനം ചെയ്യും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് അഭിവാദ്യം അർപ്പിച്ച് കുട്ടനാട് നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പുളുങ്കുന്നിൽ പ്രകടനം നടത്തി. പഴയ CI ഓഫീസിന് സമീപത്തു നിന്ന് ആരംഭിച്ച വിജയാഹ്ലാദ പ്രകടനം DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ആഹ്ലാദ പ്രകടനത്തിന് കോൺഗ്രസ് നോർത്ത് ബ്ലോക്ക് പ്രസിഡന്റ് CV രാജീവ് നേതൃത്വം നൽകി. DCC ഭാരവാഹികളായ K. ഗോപകുമാർ, PT സ്കറിയ, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അലക്സ് മാത്യു, മധു ജനാർദ്ദനൻ, നീനു ജോസഫ്, ജോഷി കൊല്ലാറ, മനോജ് രാമമന്ദിരം, G. സൂരജ്, AK. കുഞ്ചറിയ, M. വിശ്വനാഥപിള്ള, പ്രൊഫസർ MG രാജഗോപാലൻ തുടങ്ങിയവർ പങ്കെടുത്തു.
അതുപോലെ നമുക്കറിയാം ആശാ വർക്കർമാർ 100-ലധികം ദിവസമായി സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നടത്തുന്ന സമരം വെറും 7,000 രൂപയ്ക്ക് സേവനമനുഷ്ഠിക്കുന്ന ആശാ വർക്കർമാർക്ക് അവർക്കൊരു 100 രൂപ പോലും കൂട്ടിക്കൊടുക്കാതെ PSC മെമ്പർമാരടക്കമുള്ള ആളുകൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ വർധനവ് വരുത്തിയ പിണറായി സർക്കാരിനെതിരെയുള്ള സക്രിയമായ വിജയത്തായി ഈ ഭരണം വിലയിരുത്തപ്പെടുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും സഹപ്രവർത്തകരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇനിയുള്ള വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. ഇഷ്ടപ്പെട്ട വെഡ്ഡിംഗ് ജ്വല്ലറി കളക്ഷൻസിന് വേണ്ടി ഞങ്ങളിപ്പോ ഇന്റർനെറ്റിൽ നോക്കി സമയം കളയാറില്ല. അതെ, ഞങ്ങൾക്ക് ഇടിമണ്ണിക്കല്ല കല്യാണം. ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇപ്പൊ ഇടിമണ്ണിക്കല കല്യാണം. വാർത്തകൾ തുടരുന്നു. ചങ്ങനാശ്ശേരി വാഴപ്പിള്ളിയിൽ തെരുവ് നായ്ക്ക് പേ വിഷബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് തെരുവ് നായ്ക്കളെ പേ വിഷ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കി. വാഴപ്പിള്ളിയിലും സമീപ പ്രദേശങ്ങളിലുമായി 54 നായ്ക്കളെയാണ് പിടികൂടി കുത്തിവയ്പ് നൽകിയത്. 36, 37, 1, 32, 33, 23 വാർഡുകളിൽ നിന്നുമാണ് തെരുവ് നായ്ക്കളെ പിടികൂടി പേ വിഷ പ്രതിരോധ കുത്തിവയ്പ് നൽകിയത്. ചങ്ങനാശ്ശേരി നഗരസഭയുടെയും ചങ്ങനാശ്ശേരി ഗവൺമെന്റ് വെറ്റിനറി പോളിക്ലിനിക്കിന്റെയും ആഭിമുഖ്യത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ. നഗരസഭാ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ, വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ്, വാർഡ് കൗൺസിലർമാരായ വിഷ്ണുദാസ്, അഡ്വക്കേറ്റ് ശിവകുമാർ, ഗീത അജി, റജി കേളമ്മാട്, ചങ്ങനാശ്ശേരി താലൂക്ക് കോർഡിനേറ്റർ ഡോക്ടർ ഷിജോ ജോസ്, ചങ്ങനാശ്ശേരി വെറ്റിനറി പോളിക്ലിനിക്കൽ സർജൻ ഡോക്ടർ നയൻതാര എന്നിവർ നേതൃത്വം നൽകി. അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU കുട്ടനാട് ഏരിയ സമ്മേളനം കഴിഞ്ഞ ദിവസം നടന്നു. CPM കുട്ടനാട് ഏരിയ സെക്രട്ടറി CP ബ്രീവൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ സംഘടനാ പ്രസിഡന്റ് KK കൃഷ്ണകുമാരി അധ്യക്ഷയായിരുന്നു. സെക്രട്ടറി AV ജയമ്മ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി M കൃഷ്ണലത സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. KR പ്രസന്നൻ, അഡ്വക്കേറ്റ് D സലീംകുമാർ, ബൈജു പുളിമൂട്, ബിജുമോൻ, ആശാരാജൻ, ഷീന സത്യൻ എന്നിവർ സംസാരിച്ചു. ഇറാനുമേൽ അമേരിക്ക നടത്തിയ സൈനിക ആക്രമണത്തിൽ പ്രതിഷേധിച്ച് SUCI കമ്മ്യൂണിസ്റ്റ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ പ്രകടനം നടത്തി. പ്രകടനത്തിനു ശേഷം KSRTC സ്റ്റാൻഡിന് സമീപം ചേർന്ന പ്രതിഷേധ യോഗം SUCI ജില്ലാ സെക്രട്ടറി S സീതിലാൽ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇന്നിപ്പോ സോഷ്യലിസ്റ്റ് പേരില്ലാതായി ഏകത്വ ലോകം എന്ന പേരിൽ എന്ന സാമ്രാജ്യത്വ ശക്തികൾ ലോകമെമ്പാടുമെന്ന് അരങ്ങ് വാഴുകയാണ്. അവരൊന്ന് അവരെ അധീനതയിലാക്കി മാറ്റുകയാണ് ലോകമെമ്പാടുമുള്ള ജനതയെ. സാമ്രാജ്യത്തെ മുതലാളിത്ത ശക്തികൾക്കുണ്ടായ മേൽക്കൈ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് അതിഭീഷണമായ സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ടിട്ടുള്ള സാമ്രാജ്യത്തെ മുതലാളിത്ത രാജ്യങ്ങൾ ഇന്ന് കമ്പോള പ്രതിസന്ധിയെ അതിരൂക്ഷമായ കമ്പോള പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന സാമ്രാജ്യത്തെ മുതലാളിത്ത ശക്തികൾ. ഈ ആക്രമണം ഇറാനെതിരെ മാത്രമുള്ളതല്ലെന്നും മുഴുവൻ മനുഷ്യരാശിക്കും ലോക സമാധാനത്തിനുമെതിരെയുള്ളതാണെന്നും സീതിലാൽ അഭിപ്രായപ്പെട്ടു. യോഗത്തിൽ SUCI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം NK ശശികുമാർ അധ്യക്ഷനായിരുന്നു. T മുരളി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KJ ഷീല, PR സതീശൻ, T കോശി, N അജയകുമാർ, KP മനോഹരൻ, K ബിമൽജി, K ഹരിപ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ജൂൺ 25 ബുധനാഴ്ച ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിൽ G മോഹനൻപിള്ള നഗറിൽ നടക്കും. H സലാം MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് VA സിദ്ധാർത്ഥന്റെ അധ്യക്ഷതയിൽ കൂടുന്ന സമ്മേളനത്തിൽ KPCC ജനറൽ സെക്രട്ടറി AA ഷുക്കൂർ മുഖ്യപ്രഭാഷണം നടത്തും. സംസ്ഥാന പ്രസിഡന്റ് M സുകുമാരൻ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി K മോഹനൻ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിക്കും. ഒരു സംഘടനാ സമ്മേളനം എന്നുള്ള നിലയ്ക്ക് അത് എത്രയും മെച്ചപ്പെട്ട നിലവാരത്തിൽ നടത്തുവാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ അമ്പലപ്പുഴ MLA H സലാം അവറുകളാണ്. സമ്മേളനത്തിലെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മളുടെ പ്രിയങ്കരനായ നേതാവ്
എ ഷുക്കൂർ അവർകളാണ്. ഈ സമ്മേളനം നടക്കുന്നതിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ സംഘടനാപരമായി ഞങ്ങളുടെ അവകാശ സംരക്ഷണത്തിനുള്ള സമരവേദികളിൽ നിന്നാണ് ഞങ്ങൾ ഈ സമ്മേളനങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. നിർത്തലാക്കിയ ക്ഷാമബത്ത പുനഃസ്ഥാപിക്കുക, പെൻഷൻ വർധനവ് നടപ്പിലാക്കുക, ഇടക്കാല ആശ്വാസം അനുവദിക്കുക, ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളടങ്ങിയ നിവേദനം പെൻഷൻ ബോർഡിനും സർക്കാരിനും നൽകിയിട്ട് 2 വർഷത്തിലേറെയായിട്ടും യാതൊരു തീരുമാനവും ആകാത്തതിനെക്കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് VA സിദ്ധാർത്ഥൻ, ജില്ലാ സെക്രട്ടറി K മോഹനൻ, സംസ്ഥാന കമ്മിറ്റി അംഗം P കൃഷ്ണമൂർത്തി, അമ്പലപ്പുഴ താലൂക്ക് പ്രസിഡന്റ് D രാജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന. സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 9155 രൂപ, പവന് 73,240 രൂപ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ചങ്ങനാശ്ശേരി നഗരസഭയുടെ ഗ്യാസ് ക്രമറ്റോറിയം പ്രവർത്തനരഹിതം. മൃതദേഹം സംസ്കരിക്കാൻ ഇടമില്ലാതെ നാട്ടുകാർ. 1 കോടി രൂപയോളം ചെലവഴിച്ച് നിർമ്മിച്ച വാതക ശ്മശാനത്തെ നഗരസഭ അവഗണിക്കുന്നെന്ന് ആരോപണം. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്ക ദുരിതബാധിതരായ കുടുംബങ്ങൾക്ക് 10,000 രൂപ വീതം അടിയന്തര സഹായം അനുവദിക്കണമെന്ന് കേരള കോൺഗ്രസ്. കരകൃഷി നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യം. ചങ്ങനാശ്ശേരി മാടപ്പള്ളി പഞ്ചായത്തിലെ മാമ്മൂട് വെങ്കോട്ട റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തം. കോൺഗ്രസ് മാടപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.